വീട്ടിൽ മുട്ടയുണ്ടോ എങ്കിൽ ഉറപ്പായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. 4 മണിക്ക് നല്ല ചൂട് ചായയുടെ കൂടെ കുറിക്കാൻ പറ്റിയ എഗ് പക്കോട നോക്കാം എങ്ങനെ ചെയ്യാം. എഗ് പക്കോടയ്ക്ക് ഞാനിവിടെ ഒരു 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഹാർഡ് ബോയിൽഡ് ആയിരിക്കണം, അതായത് 10 മിനിറ്റെങ്കിലും മിനിമം നമ്മൾ വെച്ച് പുഴുങ്ങിയെടുക്കുന്ന മുട്ടയായിരിക്കണം. അത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഗ്രേറ്റ് ചെയ്യേണ്ട എന്നുള്ളവര് വേണമെങ്കിൽ ഫോർക്കും കൊണ്ട് ഉടച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്താണെങ്കിലും എടുക്കാം. ഇത് മുട്ട മുഴുവൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഒപ്പം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, ചില്ലി ഫ്ലേക്സ്. നമ്മൾ പച്ചമുളക് ഇടുന്നില്ല, അതിന് പകരം ചില്ലി ഫ്ലേക്സ് ആണ് ഇടുന്നത്. കുറച്ച് കറിവേപ്പില നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞത്. മല്ലിയില ചേർക്കണം എന്നുള്ളവർക്ക് മല്ലിയിലയാണെങ്കിലും ചേർക്കാം. ഒപ്പം പാകത്തിന് ഉപ്പും ഒരൽപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത് കൂടി ഇട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർക്കാം. ഇനി മൈദ ചേർക്കണം എന്നുള്ളവർക്ക് മൈദ ചേർക്കാം, അതൊന്ന് ഹോൾഡ് ചെയ്യാൻ. ഇങ്ങനെ ഒരു ബോള് ഒന്ന് ഉരുട്ടി നോക്കാം, അപ്പൊ അറിയാം അതിന്റെ ഷേപ്പിൽ അത് കിട്ടുന്നുണ്ടോന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അത്രയും ബ്രെഡ് ക്രംസ് ചേർത്താൽ മതി. അതുകൊണ്ട് അതിന് പ്രത്യേക അളവൊന്നുമില്ല. നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഹോൾഡ് ചെയ്ത് കിട്ടണം. ഇനി ഓരോന്നും നല്ല ചൂടായ എണ്ണയിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മളുടെ എഗ് പക്കോട ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിൽ വരുമ്പോഴത്തേക്കിനും നമുക്ക് കോരിയെടുക്കാം.